ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയും. പിണറായി വിജയൻ സർക്കാരുമായി തുടർച്ചയായി ഉണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ഔദ്യോഗിക യാത്രയയപ്പിന് പോലും അവസരം ലഭിക്കാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. ഉച്ചയോടെ കൊച്ചിയിലെത്തിയ ശേഷം വൈകുന്നേരമാകും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടുക. 2-ാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും. ഊർജം മുതൽ വ്യോമയാനം വരെ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിന്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് 2019 സെപ്റ്റംബർ 6 സംസ്ഥാനത്തിന്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവവുമായി ഒന്നാം പിണറായി സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ അത് സമാനതകളില്ലാത്ത നേർക്കുനേർ ഏറ്റുമുട്ടലായി. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിൽ നിർത്തി തുടർച്ചയായ പ്രസ്താവനകൾ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, SFIയുമായി തെരുവിൽ ഏറ്റുമുട്ടിയ നാടകീയ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇടത് സംഘടനകളുടെ ഗവർണർ ഗോബാക്ക് വിളികൾക്ക് നടുവിൽ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാർ ഉദ്ഘാടനം. പിന്നാലെ നീരസം വ്യക്തമാക്കി രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിൻ്റെ ചൂടാറ് മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ബീഹാർ ഗവർണറായുള്ള മാറ്റം. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി സംസ്ഥാനത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബുധനാഴ്ച തലസ്ഥാനത്തെത്തും. 2-ാം തീയതിയാണ് രാജ്ഭവനിൽ അദ്ദേഹം ചുമതലയേൽക്കുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന ഇടത് സർക്കാരിന്റെ ആരോപണങ്ങൾക്കിടയിലാണ് ആകാംക്ഷ ഉണർത്തി രാജേന്ദ്ര അർലേക്കറുടെ കടന്നുവരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, ഗുഡ് മോർണിംഗ്. നിരന്തരമായ പോരിനൊടുവിൽ സർക്കാരും ഗവർണറും തമ്മിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പോരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ ശേഷം നമ്മൾ കണ്ടത്. അത് പലയിടത്തും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ അവസാന ദിവസമാണ് കേരളത്തിൽ. ഔദ്യോഗിക യാത്രയയപ്പ് പോലും ലഭിക്കാതെയാണ് അദ്ദേഹം പോകുന്നത്. എന്താണ് സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മടക്കം? അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ഔദ്യോഗികമായ ഒരു ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലമുണ്ട്. മുൻ പ്രധാനമന്ത്രി കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുന്നതുകൊണ്ട് മറ്റ് ചടങ്ങുകളൊന്നും ഔദ്യോഗികമായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അത് തന്നെയാണ് സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള യാത്രയപ്പുകളൊന്നും അദ്ദേഹത്തിന് ഔദ്യോഗികമായി നൽകാൻ കഴിയാതെ പോകുന്നതെന്നാണ് വിശദീകരണം. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 നടത്താനിരുന്ന യാത്രയപ്പ് ഉൾപ്പെടെയാണ് ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെടുക. കൊച്ചിയിൽ എത്തിയ ശേഷം വൈകുന്നേരം 3:30ക്കാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പോകാനുള്ള വിമാനം. പിന്നീട് അവിടെ തങ്ങിയതിനു ശേഷം 1-ാം തീയതി അവിടെ നിന്ന് പാട്നയിലേക്ക്, ബീഹാറിലെ പാട്നയിലേക്ക് എത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്രാ ക്രമീകരണങ്ങൾ. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹം ബീഹാർ ഗവർണറായി, 30ാമത് ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക. നമുക്കറിയാം, റിപ്പോർട്ടിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു, അദ്ദേഹവും സാക്ഷ്യം വഹിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു ഗവർണർക്ക് ഇത്രയധികം ഒരു സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടാൻ കഴിയും എന്ന് തെളിയിച്ചത് പോലും ആരിഫ് മുഹമ്മദ് ഖാനാണ്. സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ബില്ലുകളിൽ ഒപ്പുവെക്കാത്തതടക്കം അദ്ദേഹം എടുത്ത പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് വ്യക്തത കൈവരേണ്ടതുണ്ട്. പല കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ് സർക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലുകളുണ്ട്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങളുണ്ട്. SFIയുമായി തെരുവിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എങ്ങനെയാണോ പരസ്പരം വാക്പോര് നടത്തുന്നത്, സമാനമായ തരത്തിൽ ആക്രോശിച്ചുകൊണ്ട് SFI പ്രവർത്തകർക്കെതിരെ ഗവർണർ പാഞ്ഞെടുക്കുന്നു, ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു. ഇതിന് രണ്ടിന്റെ നടുവിൽപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ നട്ടം തിരിയുന്നു. ഈ സാഹചര്യങ്ങൾ പലതവണ കേരളം നേരിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ സർക്കാരുമായിട്ടുണ്ടായ പ്രതിസന്ധികൾക്ക് താൽക്കാലികമായ ഒരു പരിഹാരം വെടിനിർത്തലൊക്കെ ഉണ്ടായി. പിന്നീടത് കേരള സർവകലാശാലയിലേക്ക് അദ്ദേഹം ഒരു സെമിനാർ ഉദ്ഘാടനത്തിനായി കടന്നു വരുമ്പോൾ വീണ്ടും ഗവർണർക്കെതിരായ പ്രതിഷേധം ഒരാഴ്ച മുമ്പ് ഉണ്ടാകുന്നു. പിന്നീട് ക്രിസ്മസ് വിരുന്നിൽ പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ തുടർച്ചയായി ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറുന്ന പശ്ചാത്തലമായിരുന്നു 2019 സെപ്റ്റംബർ 6 ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി ചുമതലയേറ്റതിനു ശേഷം പിന്നീട് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിന് മറ്റൊരു തലത്തിലേക്ക് വരെ മാറുന്ന പശ്ചാത്തലമുണ്ടായി.
ഈ അദ്ദേഹത്തിന് നിയമ മാറ്റം ലഭിച്ചതിന് ശേഷവും AK ബാലൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ പരിഹാസ രൂപേണയാണ് ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ. അതായത് അദ്ദേഹം പോയാലും അദ്ദേഹത്തോടുള്ള ഒരു നീരസം അത് കൃത്യമായ അവരുടെ വാക്കുകളിൽ പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇടതു നേതാക്കളുടെ എല്ലാം പ്രതികരണം ഗവർണർ ഇവിടുന്ന് മാറുമ്പോൾ. എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 1-ാം തീയതി ഇവിടേക്ക് എത്തും. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക. രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, സമയം അതൊക്കെ തീരുമാനമാകുന്നതേയുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ 12 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഡാൻ, ഒരു കാര്യം കൂടി, ഇന്ന് അദ്ദേഹം പോകുമ്പോൾ നമുക്ക് 2-ാം തീയതിയെ പുതിയ ഗവർണർ വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞാണോ പോകുന്നത്, അല്ലെങ്കിൽ അതുവരെ അദ്ദേഹം തന്നെ ആയിരിക്കുമോ നമ്മുടെ ഗവർണർ? അതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ വെച്ച് 1-ാം തീയതി, അതായത് നിയമനമാണ് ലഭിച്ചിരിക്കുന്നത് ബീഹാർ ഗവർണറായി. ഔദ്യോഗികമായി 1-ാം തീയതി വരെ അദ്ദേഹത്തിന് ചുമതല ഉണ്ടാകാം. 1-ാം തീയതി വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ചുമതലകൾ. 1-ാം തീയതി അദ്ദേഹം ബീഹാറിലേക്ക് അല്ലെങ്കിൽ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പാട്നയിലെത്തുന്നു. അദ്ദേഹം 2-ാം തീയതി അവിടെ ചുമതല ഏറ്റെടുക്കുന്നു. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 1-ാം തീയതി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 2-ാം തീയതി മാത്രമേ ചുമതല ഏറ്റെടുക്കുകയുള്ളൂ. അതുകൊണ്ട് 1-ാം തീയതി വരെ അദ്ദേഹം തന്നെയായിരിക്കാം, അങ്ങനെ തന്നെയായിരിക്കും അതിന്റെ വ്യവസ്ഥ. ശരി ഡാൻ, എന്തായാലും അർലേക്കർ കേരളത്തിലേക്ക് വരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ ദിവസമാണ് കേരളത്തിൽ എന്നുള്ളതാണ്.